ബൈക്ക് ഡെലിവറി എടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നുണ്ട്. എന്തുകൊണ്ട് ആ ബൈക്ക് വാങ്ങിയെന്നല്ല, സെക്കൻഡ് എങ്ങനെ ആ ബൈക്ക് വാങ്ങിയെന്നുള്ളത്. പക്ഷേ അതിന് ശേഷമുള്ളൊരു കാലഘട്ടം ഉണ്ട്, അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം. അതാണ് നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും ദാരിദ്ര്യം പിടിച്ച കാലഘട്ടം. വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ രണ്ട് ഫ്രണ്ട്സിൻ്റെ ബൈക്കിൻ്റെ ഡെലിവറി വീഡിയോ ആണ്. ഞാൻ പൊതുവേ ഇതുപോലെ ഇതിനകത്ത് വ്ളോഗുകളോ കാര്യങ്ങളോ ഒന്നും ഇടാറില്ല. എന്തായാലും ഫസ്റ്റ് ടൈം ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാം, അതല്ല എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരണം. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്തൊരു ഡെലിവറി വീഡിയോ ചെയ്യാൻ പോകുന്നത്, അതായത് ബൈക്കിൻ്റെ ഒരു ഡെലിവറി വീഡിയോ. അപ്പം അത് ഇങ്ങനത്തെ രീതിയിൽ തന്നെ ചെയ്യണം എന്ന് തോന്നി. സാധാരണ ഡെലിവറി വീഡിയോ പോലെ ഒരു വാക്ക് അറൗണ്ടും പിന്നെ കുറച്ച് സിനിമാറ്റിക് ഷോട്ടും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം ഞാൻ വിചാരിച്ചു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന്. കാരണം ഡെലിവറി എടുക്കാൻ പോകുന്ന രണ്ട് വണ്ടികളാണ്. അതിൽ ഫസ്റ്റ് വണ്ടി എടുക്കാൻ പോകുന്നത് ഇന്നാണ്. ഇൻഫാക്ട് രണ്ട് വണ്ടി ഒരേ ദിവസം എടുക്കാനുള്ള പ്ലാനായിരുന്നു. അത് RTO ഇഷ്യൂസ് കൊണ്ട് നടന്നില്ല. ഈ RTOക്കാർ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു വണ്ടി ഇന്ന് ഡെലിവറി എടുക്കും, ഒരു വണ്ടി നാളെ ഡെലിവറി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈക്ക് ഡെലിവറി എടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നുണ്ട്. എന്തുകൊണ്ട് ആ ബൈക്ക് വാങ്ങിയെന്നുള്ളത്, സെക്കൻഡ് എങ്ങനെ ആ ബൈക്ക് വാങ്ങിയെന്നുള്ളത്. അപ്പം സ്വതവേ നിങ്ങളിപ്പം നോർത്ത് ഇന്ത്യൻ ചാനലുകളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ടേക്കിംഗ് ദ ഡെലിവറി ഓഫ് ZX10R എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹൈബൂസ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നേരെ ഷോറൂമിൽ പോകുന്നു, വണ്ടി എടുക്കുന്നു. പക്ഷേ അവരാരും ആ ബൈക്ക് എങ്ങനെ വാങ്ങിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പൊതുവെ പറഞ്ഞു തരാറില്ല. അതായത് അതിനെങ്ങനെ കാശ് കണ്ടെത്തിയെന്നില്ല. അപ്പം ഈ ഒരു സെഗ്മെൻറ്റ് അതാണ്. അപ്പോൾ കുറച്ച് കഥയൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അതല്ല, നിങ്ങൾക്ക് ഈ ബൈക്ക് കാണണമെന്നുണ്ടെങ്കിൽ നേരെ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ മതി. താഴെ കാണുന്ന ടൈം ലൈനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ വണ്ടികളാണെന്നുള്ളത്. പക്ഷേ എനിക്കറിയാം നിങ്ങളെ ഒരുപാട് വെയിറ്റ് ചെയ്യിക്കുന്നതൊന്നും ശരിയില്ല ഏത് വണ്ടിയാണെന്നുള്ളത്. അപ്പം രണ്ടും സൂപ്പർ ബൈക്ക് തന്നെയാണ്. ആദ്യത്തെ വണ്ടീൻ്റെ പേര് ഞാൻ ഒരു ക്ലൂ തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കുക. ക്ലൂ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാക്കിനിയിലുണ്ട്, കുട്ടൂസനിലില്ല, കുത്തിലുണ്ട്, കോമയിലില്ല. എന്തായിരിക്കും? അതെ, ഞങ്ങൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന വണ്ടി ഡ്യൂക്കാണ്. അതും ഡ്യൂക്കിൻ്റെ 790 ആണ്. അപ്പം എല്ലാവരെ പോലെ തന്നെ വളരെ ആറ്റ് നോറ്റാണ് വണ്ടി വാങ്ങാൻ പോകുന്നത്. അതും ഒരു കിടില ഓഫറാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ BS4 to BS6 നടന്ന സമയത്ത് BS4 ഡ്യൂക്ക് 790 നല്ല ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ വണ്ടി ബുക്ക് ചെയ്തതും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വണ്ടി ഒപ്പിക്കുന്നതും. ശരിക്കും ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.5 ലാക്കാണ് എക്സ്ഷോറൂം. നിങ്ങളൊന്ന് ആലോചിക്കണം. എനിക്കറിയാം കുറച്ച് പേരെങ്കിൽ ഞെട്ടിയിട്ടുണ്ടാവുന്നത്. അതായത് 5.5 ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരാം. രജിസ്ട്രേഷന് വേറെ കാശാവും. മൊത്തം ഞങ്ങളിത് രജിസ്ട്രേഷൻ അടക്കം വരുന്നത് 7.1 ലാക്ക് എന്നാണ് വരുന്നത്. 7.1 ലാക്കിന് ഒരു 790 ഡ്യൂക്ക് എന്ന് പറയുന്നത് സ്റ്റീൽ ഡീൽ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. ഈ വണ്ടീൻ്റെ സിനിമാറ്റിക് ഷോട്ടും കാര്യങ്ങളും ഡെലിവറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞുതരാം ഞങ്ങൾ എങ്ങനെ ഈ വണ്ടിയിലെത്തിയത്. അപ്പോൾ ഒബ്വിയസ്ലി വണ്ടി എടുക്കാൻ പോകുന്ന ഈ ഫ്രണ്ട്സ് ഒരുപാട് കാലമായിട്ട് വണ്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴും ഇതാണ് പ്രശ്നം, കാശ് എത്തുന്നില്ല. ഫ്രഷ് വണ്ടീനെ വേണമെന്നുണ്ട്, പക്ഷേ കാശ് എത്തുന്നില്ല എന്നുള്ളൊക്കെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഡുക്കാട്ടിയുടെ ഹൈപ്പർ മോട്ടാർഡ് എന്ന് പറഞ്ഞൊരു വണ്ടീൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ആ വണ്ടി ഞങ്ങൾ ചെന്ന് നോക്കി, അതിനാണ് ഓൾമോസ്റ്റ് 14 ലക്ഷമാണ് ഓൺ റോഡ് വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആകെ ഡിസ്പൈ, കാരണം 14 ലക്ഷമൊക്കെ കൊടുത്ത് നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ മനസ്സിൻ്റെ ഒരു കുത്താണ്. വാങ്ങുകയാണെങ്കിൽ ആ വണ്ടിയെ വാങ്ങുള്ളൂ എന്നൊക്കെയുള്ളതില്ലായിരുന്നു. എന്നാലും അതിൻ്റെ ഒരു ക്ലോസ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു വണ്ടി ഇതാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി GSX S750 ഓടിച്ചു, സ്ട്രീറ്റ് ട്രിപ്പിൾ ഓടിച്ചു, ഇനി ഓടിക്കാത്ത വണ്ടികളൊന്നുമില്ല. എന്നിട്ടൊന്നും പുള്ളിക്ക് ആ ഒരു ഫീല് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ ഡ്യൂക്ക് 790 വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഞാൻ ഓടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് സാദൃശ്യമുണ്ട് ഈ ഹൈപ്പർ മോട്ടാർഡുമായിട്ട്. അതായത് അതിൻ്റെ ഒരു സീറ്റിംഗ് പോസ്ചറും ഡുക്കാട്ടിയുടെ ഫീല് വേറെ തന്നെയാണ്, അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ആ ഒരു വണ്ടിയുടെ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ പുള്ളിയോട് പറഞ്ഞത് നിങ്ങളൊന്ന് പോയി നോക്ക് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ പുള്ളി ഓടിച്ചു, വണ്ടി ഇഷ്ടപ്പെട്ടു. വീണ്ടും 10.7 ലാക്കായിരുന്നു ഓൺ റോഡ്. അപ്പം വീണ്ടും പറഞ്ഞു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കുഴിച്ചു കൂടി അതിന് മുകളിൽ ഒരു കല്ല് വെക്കാന്നുള്ള തീരുമാനത്തിലേക്ക് വീണ്ടും എത്തി. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ഓഫർ വന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് 7.1 ലാക്കിനാണ് ഇപ്പോൾ ഈ വണ്ടി പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും കാശൊക്കെ കൊടുത്ത് വാങ്ങുന്ന സമയത്ത് ശരിക്കും ഞാനിത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, ഇതിൻ്റെ കാശ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ വണ്ടി വാങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലൈഫിൽ ഓരോ ഫിനാൻഷ്യൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പല സമയത്ത് നമുക്ക് പല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കും. അപ്പോൾ ശരിക്കും ഒരു ഫിനാൻഷ്യലി അപ്പായിരിക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് വണ്ടി വാങ്ങാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു ഹ്യൂജ് ലോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാധ്യത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്കിതൊന്നും കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഈ ഒരു ഗ്യാങ്ങിൽ ആദ്യം വണ്ടി വാങ്ങിയത് ഞാനാണ്. ഈ ആൾക്കാരുണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ, ഇവരെന്നെക്കാളൊക്കെ കുറച്ചുകൂടെ ഒന്ന് എൽഡർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഏജ് ഗ്രൂപ്പ് അല്ല, പക്ഷേ എന്നാലും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അപ്പം ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഒരേ താല്പര്യമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പം അവരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യലി ആ ഉള്ള ഒരു സൈക്കിളിൽ ഒരു അപ്പിലാണ് നിൽക്കുന്നത്. അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ആണുങ്ങളെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണെന്ന് വിചാരിക്കുക, ഒരു +2 വരെയുള്ള ഒരു കാലഘട്ടമാണെന്ന് വിചാരിക്കാം. ശരിക്കും പറഞ്ഞാൽ അതാണ് നല്ലൊരു കാലഘട്ടം. നമ്മുടെ കയ്യിൽ ഒരുപാട് കാശൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്നും അമ്മേൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന പോക്കറ്റ് മണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ
ചുരുക്കി പിടിച്ച് സർവൈവ് ചെയ്തു പോകും. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. വീട്ടിലൊക്കെ ഒതുങ്ങിയിരിക്കുക, അങ്ങനെ വലിയൊരു ഫിനാൻഷ്യൽ ക്രഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വരാൻ പോകുന്നില്ല. കാരണം വീട്ടിലെ അച്ഛൻ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും, ബാക്കി ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ പേരൻസ് നോക്കും. അപ്പോൾ നമുക്ക് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതിന് ശേഷമുള്ളൊരു കാലഘട്ടമുണ്ട്, അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം. അതാണ് നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും ദാരിദ്ര്യം പിടിച്ച കാലഘട്ടം. എൻ്റെ കാര്യം അങ്ങനെയായിരുന്നു കേട്ടോ. കാരണം ജസ്റ്റ് ഒന്ന് ഡിഗ്രിക്ക് കയറുന്ന സമയത്താണ്, അതായത് ഡിഗ്രിക്ക് പഠിച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്താണ് കയ്യിലോട്ടും കാശുമില്ല, ഹോസ്റ്റലിലാണ് നിൽക്കുന്നതും. ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടില്ല. അതായത് ഒന്നിനും, അതായത് ഒരു ബർഗർ കഴിക്കണേ പോലും ഒരു മാസം നമ്മൾ സേവ് ചെയ്ത് മിച്ചം വരുന്ന കാശുണ്ട്. അതായത് ഹോസ്റ്റൽ ഫീയും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരും, ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അത് അടിച്ച് പൊളിക്കാൻ മാത്രമുള്ള ഒരു കാശ് കയ്യിലുണ്ടാവാറുള്ളൂ. ഈ അടിച്ച് പൊളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു മെക്ഡി പോയി ഒരു ബർഗർ കഴിക്കാം. അന്ന് മെക്ഡി ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും മാസത്തിൽ ഒരിക്കലും എവിടെയെങ്കിലും പോയിട്ട് ലാവിഷായിട്ട് കഴിക്കും. അതും ബൊഫയൊക്കെ ആണെങ്കിൽ രാവിലെ തൊട്ട് പട്ടിണി കിടന്ന് പോയി കഴിക്കാറൊക്കെയാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല, ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ടൊരു കാലഘട്ടമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്താലും അത് വീട്ടുകാർ അംഗീകരിക്കാത്തൊരു കാലഘട്ടമാണ്. അതായത് ഞാനൊക്കെ മുടി വളർത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുടി വളർത്താമെന്ന് വെച്ചാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും മുടി വെട്ടിക്കും. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓൾമോസ്റ്റ് 7-8 മാസം ഞാൻ കോളേജിൽ തന്നെ നിന്നിട്ടുണ്ട്, എനിക്കൊന്ന് മുടി വളർത്തണം എന്നുള്ള ആഗ്രഹത്തിൽ. അതായത് ഞാൻ കുറച്ചൊന്ന് മുടി വളർത്തുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പറയും, എന്താണ് ഇത് ഇങ്ങനെ നാശകോശമായി നടക്കരുത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഓൾമോസ്റ്റ് 8 മാസം വീട്ടിൽ പോകാത്തൊരു സമയം. അങ്ങനെ വീട്ടിൽ വന്നാൽ മാത്രമേ ഞാൻ മുടി വെട്ടാറുള്ളൂ. അങ്ങനെ 8 മാസത്തോളം ഞാൻ നിന്ന് കുറേ മുടിയൊക്കെ നീട്ടി. വീട്ടിലെത്തിയ സമയത്തും ഇതുപോലെ സീനാണ്. അതൊരു മഴക്കാലമായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് മഴ പെയ്തപ്പം എന്തോ തേങ്ങയോ എന്തോ വീണിട്ട് ഞങ്ങളുടെ വീട്ടിലെ ആസ്പെറ്റോ പൊട്ടി. അതാ കണ്ടു, ദുശകുനം, മുടി നീട്ടിയതിൻ്റെ ദുശകുനം. ഒരു വൃത്തികെട്ട കാലഘട്ടമായിരുന്നു ശരിക്കും. അതായത് ഒരുപാട് എനർജി ഉണ്ട്, കയ്യിൽ ഒട്ടും കാശില്ല, ആഗ്രഹങ്ങളൊക്കെ സ്കൈ ഹൈ എന്ന് പറയാം. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ ബിടെക് ഒക്കെ പഠിക്കുന്നൊരു കാലഘട്ടം, ഡിഗ്രി കാലഘട്ടം. അത് കഴിഞ്ഞ് നമ്മൾ കയറുന്നൊരു കാലഘട്ടമുണ്ട്. അതായത് നമ്മൾ ഈ പഠനം കഴിഞ്ഞ് ജോലിക്ക് പോകുന്നൊരു കാലഘട്ടം. അതാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ല അടിപൊളി കാലഘട്ടം കേട്ടോ. ഈ ചൈൽഡ്ഹുഡ് കഴിഞ്ഞ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് അതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടുള്ള ശമ്പളം, നല്ല സ്ഥലങ്ങളിൽ നമ്മൾ വരുന്നു, ഭക്ഷണം കഴിക്കുക എവിടെ പോയിട്ട് വേണമെങ്കിൽ. കാരണം നമ്മളിപ്പം മാസത്തിൽ ഒരിക്കൽ പ്ലാൻ ചെയ്ത് കഴിക്കുന്ന ഭക്ഷണം വേണമെങ്കിൽ ഡെയിലി കഴിക്കാവുന്നൊരു ലെവലിലേക്ക് എത്തും. ഇപ്പം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ, ബാംഗ്ലൂരൊക്കെ വന്നൊരു IT എഞ്ചിനീയർ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ മോശമില്ലാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്കൊക്കെ എത്തിപ്പെടും. പിന്നെ എവിടെ വേണമെങ്കിൽ പോവുക, ട്രിപ്പ് അടിക്കാൻ തുടങ്ങി, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ബൈക്ക് വാങ്ങണം, അതായത് ഇത്രത്തോളം ഒരു 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും മനസ്സിലൊരു കുത്താണ്, ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ളൊരിത്. ഈ ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ളത് മനസ്സിൽ നിന്നൊരു പോയി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത കെണിയിൽ ചെന്നപ്പെടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കല്യാണം തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആൾക്കാർ പൊതുവേ സോഷ്യൽ പ്രഷർ കൊണ്ടാണ് വരാറ്. അപ്പോൾ വീണ്ടും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുത്തനിടിഞ്ഞു വീണു. കാരണം നമ്മൾ കല്യാണം നടത്തും, സദ്യ കൊടുക്കുന്നു, ബിരിയാണി കൊടുക്കുന്നു, കയ്യിലുള്ള കാശൊക്കെ തീർന്നു, വീണ്ടും പിച്ചച്ചട്ടിയായി. ഇപ്പം പിച്ചച്ചട്ടി ആണെങ്കിലും കൂടെ ഒരാളും കൂടെ ഉണ്ട് പിച്ചെടുക്കാൻ. അത് മാത്രമാണ് വ്യത്യാസം. അങ്ങനെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സേവ് ചെയ്ത് സ്വരുക്കൂട്ടി വന്ന് വീണ്ടും വണ്ടി വാങ്ങണ്ടേ എന്നുള്ളൊരു ലെവലെത്തുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ഫസ്റ്റ് കുട്ടി. അപ്പോൾ അതാ നമ്മൾ വീണ്ടും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് വീഴുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഫിനാൻഷ്യലി അപ്സ് ആൻഡ് ഡൗൺസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ അപ്പായിരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സുള്ളത്. ഞാൻ പറഞ്ഞാൽ അവർ എന്നെക്കാൾ എൽഡർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ എൻ്റെ മുന്നിലുള്ളൊരു സൈക്കിളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേ കഥ തന്നെയാണ് ഞാൻ അവരുടെ അടുത്തും പറയുന്നത്. ഓക്കെ, ഇനി നാട്ടുകാരെന്ത് വിചാരിക്കുന്നു നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഇനി നമ്മുടെ ആഗ്രഹം കൂടെ നോക്കാം എന്നുള്ളൊരു അവസ്ഥ എത്തുമ്പോഴാണ് വേറെ എന്തെങ്കിലും വരിക. അപ്പോൾ അത് വരുന്നതിന് മുന്നേ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളത് വരുന്നതിന് മുന്നേ വേണമെന്നൊന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പം BS4 to BS6 കൺവേർഷൻ നടക്കുകയാണ്, നമുക്ക് വണ്ടികൾ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബാംഗ്ലൂർ മുഴുവൻ പരതി നടന്ന് വണ്ടികൾ ഓടിച്ചിട്ടാണ് ഈ വണ്ടി വാങ്ങുന്നത്. സ്റ്റോറി പറഞ്ഞ് ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കാം. എന്തായാലും നമുക്ക് ഇനി ഷോറൂം പോയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കാണാം.
പോവാണ്. ആദ്യത്തെ ടെസ്റ്റ് റൈഡ്. ശരിക്കും വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രീ ഡെലിവറി ചെക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്, പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ. അതിനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഡെലിവറി ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് കാണുക. ഈ ഒരു ടെസ്റ്റ് റൈഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്യണം. കാരണം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം പിന്നെ ഫിക്സ് ചെയ്യാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അണ്ടർ വാറൻറ്റി അങ്ങനെ കുറേ പരിപാടികളൊക്കെ പറയും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇവിടുന്ന് തന്നെ അവരോട് പറയുന്നതാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ജനറലി ഇപ്പോൾ ഈ KTM എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 790 എടുക്കുന്നവരാണെങ്കിൽ ഇതൊരു CBU വണ്ടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഓയിലൊക്കെ കുറച്ച് എക്സ്ട്രാ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സ്പില്ലൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ നോക്കേണ്ട കാര്യം എന്തെങ്കിലും വൈബ്രേഷൻസ് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന്. ഹാൻഡിൽ ബാറിന് ഫീൽ ചെയ്യുന്നുണ്ടോ, ഫുട് പെഗിൽ എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ. പുതിയ വണ്ടിയിൽ നിന്ന് ഒരു രീതിയിലുള്ള വൈബ്രേഷൻ വരാൻ പാടില്ല. വലിയ വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടിയാണെങ്കിലും വരാൻ പാടില്ല. പിന്നെ നമ്മൾ ഒരുപാട് റബ് ചെയ്ത് ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോർമലായിട്ട് ഓടിച്ചാൽ മതി. വണ്ടീൻ്റെ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലുള്ള എല്ലാ സാധനങ്ങളും സ്വിച്ചബിളായിട്ട് അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ സ്വിച്ചബിൾ ആണോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഈ വണ്ടിക്കാണ് ട്രാക്ക് മോഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, പക്ഷേ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ടാവും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്വിക്ക് ഷിഫ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, ഓട്ടോ ബ്ലിപ്പറും വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, എക്സെപ്റ്റ് അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഇത്തിരി ടൈറ്റാണ്, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പറയണം. വേറെ പ്രശ്നങ്ങളൊന്നും ഈ വണ്ടിക്ക് ഇപ്പോൾ കാണുന്നില്ല. അപ്പം ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. എനിക്ക് ഫസ്റ്റ് ഡേൻ്റെ ക്ലിപ്സ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 790 ഡെലിവറി ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തിന് ശേഷം തന്നെ മഴ തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളെ ബൈക്കെല്ലാം നല്ല വൃത്തികേടായി, ആകെ ചളകുളമായി. പക്ഷേ മഴയത്തുള്ള റൈഡ് കൊള്ളായിരുന്നു. അപ്പം ഇത് സെക്കൻഡ് ഡേ ആണ്. അപ്പം ഇന്നെടുക്കാൻ പോകുന്ന ബൈക്ക് ഏതാണെന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു ക്ലൂ തരാം. ആ ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സോട്ടിക് സൂപ്പർ ബൈക്കാണ്. വെറും സൂപ്പർ ബൈക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു എക്സോട്ടിക് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ മോട്ടോർ സൈക്കിൾസിലെ ഫെറാറി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഏതാണെന്നൊക്കെ ഒരുവിധം നിങ്ങൾക്ക് ഗസ് ചെയ്തിട്ടുണ്ടാവും. മോഡൽ ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞ് സസ്പെൻസ് കളയുന്നില്ല, നമുക്ക് അവിടെ എത്തിയിട്ട് തന്നെ കാണാം. അപ്പം ഇതാണ് നമ്മുടെ ബൈക്ക്, ഡുക്കാട്ടി ഹൈപ്പർ സ്ട്രാഡ 939. ഇതൊരു അതിഭീകര ബൈക്കാണ്. ഇത് ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഭ്രാന്തായിട്ടുള്ളൊരു ബൈക്കാണിത്. ഇപ്പോൾ ഞാനിത് ടെസ്റ്റ് റൈഡൊന്നും കൊണ്ടുപോവാണ്. അതായത് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 790 ചെയ്ത പോലെ തന്നെ ഒരു ടെസ്റ്റ് റൺ ചെയ്യണം. ഈ ടെസ്റ്റ് റണ്ണിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ലീക്ക്, പിന്നെ ബ്രേക്കിൻ്റെ എന്തെങ്കിലും സെറ്റിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ ലിവേഴ്സ് എല്ലാം കറക്റ്റ് ആണോ, ക്ലച്ച് സെറ്റിംഗ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. ബ്രേക്ക് ഫീൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മൊത്തത്തിൽ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം, അതായത് എവിടെയും ഡെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്നൊക്കെ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. അതിനാണ് ഈ റൺ ചെയ്യണമെന്ന് പറയുന്നത്. ഇതിനുശേഷം ഞങ്ങൾ ഹൈവേയിൽ പോകും. ഞാൻ പറഞ്ഞു ഇന്നലെ ഞങ്ങൾ ഹൈവേയിൽ ഓടിച്ച സമയത്ത് കംപ്ലീറ്റ് മഴ പെയ്ത് ആകെ നാശകോശമായി. അതുകൊണ്ടാണ് അതിൻ്റെ ഫുട്ടേജ് കാട്ടാൻ പറ്റാത്തത്.
ഇന്നിപ്പോൾ ഒരുവിധം രാത്രിയാവാനാണ് സാധ്യത. അതുകൊണ്ട് ഇന്നത്തെ ഫുട്ടേജിൻ്റെ കാര്യം സ്വാഹയാണ്. പിന്നെ ഞാൻ വണ്ടി വലിച്ചെടുക്കുക എന്നൊന്നും വിചാരിക്കരുത്. കാരണം വണ്ടി വലിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി വണ്ടി നല്ല പുള്ളിങ് ആണ്. വണ്ടിക്കൊരു സ്പെസിഫിക് RPM ഉണ്ട്. ആ RPMൽ തന്നെ നിൽക്കണം 1000 കിലോമീറ്റർ കഴിയുന്നവരെ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ടെസ്റ്റ് റൈഡ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഹൈവേയിലേക്ക് പോവാണ്.